നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അപ്രതീക്ഷിത കനത്ത മഴയിൽ ദുരിതം പേറി നാട്. ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ പ്രവചനം. കാറ്റിലും മഴയിലും കുന്നംകുളത്ത് മരക്കൊമ്പൊടിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണ് ഡ്രൈവർക്ക് പരിക്ക്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു. സാംസ്കാരിക പെരുമ പേറുന്ന തൃശൂരിന്റെ കലാകൗമാരത്തിന്റെ വിസ്മയ പകർനാട്ടങ്ങൾക്കായി ചരിത്രമുറങ്ങുന്ന കുന്നംകുളത്തിന്റെ മണ്ണൊരുങ്ങി. മഴയുടെ ആശങ്ക കനക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങളോടെ 35ാമത് റവന്യൂ ജില്ലാ കലാമേള കെങ്കേമമാക്കാൻ സംഘാടക സമിതി ഒരുങ്ങി. ചൂണ്ടൽ പഞ്ചായത്തിലെ ഭരണസമിതി യോഗത്തിൽ മണലിയിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയ നടത്തുന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. മാഫിയ സംഘത്തിനായി ഭരണാധികാരികൾ വിടുപണി ചെയ്യുന്നതായും പ്രതിപക്ഷാക്ഷേപം. ഗുരുവായൂരിൽ കുറുവാ സംഘം മോഡൽ മോഷണശ്രമം. എടപ്പുള്ളി റോഡിൽ പൊന്നരാശ്ശേരി സജിത്തിന്റെ വീട്ടിലാണ് മോഷണശ്രമമുണ്ടായത്. ഞായറാഴ്ച പുലർച്ചെ 1:30 സംഭവം. വാർത്തകൾ വിശദമായി. ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയ ഫിൻജാൽ ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ചയോടെ വടക്കൻ കേരളത്തിനും കർണാടകയ്ക്കും മുകളിലൂടെ അറബിക്കടലിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 5 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും. വടക്കൻ കേരളത്തിലെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർകോട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ചൊവ്വാഴ്ച കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങൾക്കും കാരണമായേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം ഉള്ളതിനാലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും ഭരണകൂടം നിർദ്ദേശം നൽകി. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യത്തിൽ സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ജില്ലയിലെ അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. റവന്യൂ ജില്ലാ കലോത്സവത്തിന് അവധി ബാധകമല്ല. റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ലെന്നും കളക്ടർ അറിയിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും കുന്നംകുളത്ത് മരക്കൊമ്പൊടിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണ് ഡ്രൈവർക്ക് പരിക്കേറ്റു. നസറുദ്ദീനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 10:30 സംഭവം. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലൂടെ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പാലമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുകയായിരുന്നു. നഗരസഭാ ജീവനക്കാർ സ്ഥലത്തെത്തി മരക്കൊമ്പ് മുറിച്ചുമാറ്റി. മേഖലയിൽ ഏറെ നേരം ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മരക്കൊമ്പ് അപകട ഭീഷണിയാണെന്ന് വാർഡ് കൌൺസിലർ ബിനുപ്രസാദും നാട്ടുകാരും നഗരസഭയെയും മറ്റ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട്. കച്ചവട നഗരി ഒരുങ്ങി. സാംസ്കാരിക പെരുമ പേറുന്ന തൃശൂരിന്റെ കലാകൗമാരത്തിന്റെ വിസ്മയ പകർനാട്ടങ്ങൾക്കായി ചരിത്രമുറങ്ങുന്ന കുന്നംകുളത്തിന്റെ മണ്ണൊരുങ്ങി. മഴയുടെ ആശങ്ക കനക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങളോടെ 35ാമത് റവന്യൂ ജില്ലാ കലാമേള കെങ്കേമമാക്കാൻ ഒരുങ്ങുകയാണ് സംഘാടക സമിതി. അതേസമയം കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരം കേന്ദ്രീകരിച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന സാംസ്കാരിക ഘോഷയാത്ര ഉപേക്ഷിച്ചു. അച്ചടിയുടെയും കച്ചവടത്തിന്റെയും കഥകളിപ്പെരുമയുടെയുമെല്ലാം പൈതൃകമുറങ്ങുന്ന കുന്നംകുളത്തിന്റെ മണ്ണിലേക്ക് ജില്ലാ കലോത്സവം എത്തുമ്പോൾ എല്ലാ അർത്ഥത്തിലും വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. 17 വേദികളിലായാണ് മത്സരങ്ങൾ. ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്നായി 8,000-ഓളം പേർ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങൾക്ക് പുറമെ ടൗൺ ഹാൾ, CV സ്മാരക ഹാൾ, സീനിയർ ഗ്രൗണ്ട് സ്റ്റേഡിയം എന്നിവിടങ്ങളിലും മത്സരങ്ങളുണ്ട്.
നിലവിലെ കാലാവസ്ഥാ പ്രവചനത്തിന്റെ ആശങ്ക സംഘാടകർക്കുണ്ട്. വൃശ്ചിക മാസത്തിലും തുലാമാസത്തിന് സമാനമായി പകൽ സമയത്ത് ശക്തമായ മഴയുണ്ടാകുമെന്ന സൂചനകളെ തുടർന്ന് സാധ്യമായ മുന്നൊരുക്കങ്ങൾ സംഘാടക സമിതി നടത്തിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം വേദികളിലും പന്തലുണ്ട്. YMCAയിൽ ഒരുക്കിയ ഭോജനശാലയിലെത്താൻ വിവിധ വേദികളിൽ നിന്ന് വാഹന സൌകര്യവും സജ്ജമാക്കിയതായി കുന്നംകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും സ്ഥലം MLAയുമായ AC മൊയ്തീൻ പറഞ്ഞു. ഡിസംബർ 3 നമ്മൾ പരിപാടി തുടങ്ങുമെങ്കിലും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 5-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9:30 അത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്രീ റഫീഖ് അഹമ്മദ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, പി ബാലേന്ദ്രൻ, മുരളി പെരുന്നെല്ലി MLAമാർ, സനീഷ് കുമാർ ജോസഫ് MLA, VR സുനിൽകുമാർ MLA, NK അക്ബർ MLA, ശ്രീമതി സീതാ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള പിന്നെ ആശംസകൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, പരിപാടികളെല്ലാം എല്ലാ ജനപ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന പരിപാടിയിലുണ്ടാവും. കലാമേളയുടെ ആദ്യ ദിനമായ ചൊവ്വാഴ്ച രചനാ മത്സരങ്ങൾക്ക് പുറമെ ജനപ്രിയ ഇനങ്ങളായ ഒപ്പന, വട്ടപ്പാട്ട്, നാടോടി നൃത്തം, കുച്ചുപ്പുടി, മൂകാഭിനയം, നാടകം എന്നീ മത്സരങ്ങൾ അരങ്ങേറും. വൈകിട്ട് സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര തൃശൂരിൽ നിന്ന് കുന്നംകുളത്തെത്തും. NK അക്ബർ MLA മുഖ്യാതിഥിയാകും. ബുധനാഴ്ച മത്സരങ്ങളില്ല. വ്യാഴാഴ്ച രാവിലെ 9:30 മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു കലാമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. കവി റഫീഖ് അഹമ്മദ് കലോത്സവ സന്ദേശം നൽകും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യപ്രഭാഷണം നടത്തും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ജനറൽ കൺവീനറും തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുമായ AK അജിതകുമാരി പറഞ്ഞു. മഴവെള്ളം അത് ഒഴുകി പോകാനായിട്ട് ചാലൊക്കെ കയറി ശരിയായിട്ടുണ്ട്. വേറെ എവിടെ പ്രശ്നം കണ്ടില്ല. ഇപ്പൊ പോയി നോക്കിയുള്ളൂ. ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ പോയി. ഓഫ് സ്റ്റേജ് 3-ാം തീയതി ആരംഭിക്കും. ഹയർ സെക്കൻഡറി കുട്ടികളുടെ പരിപാടികൾ 3-ാം തീയതി ഉണ്ട്. പിന്നെ പുതിയ പ്രത്യേകം പറയാനുള്ളത് പുതിയ 5 ഇനമുണ്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തേക്കാണ്. ഇരുള നൃത്തം, പണിയ നൃത്തം, മംഗലംകളി, മലയപ്പുലയാട്ടം, പളിയ നൃത്തം, അങ്ങനെ 5 പുതിയ ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. മത്സരം ഉണ്ട്. 5-നും മത്സരമുണ്ട്. എൻട്രികളുണ്ട്. 5-നും എൻട്രികളുണ്ട്. കുന്നംകുളത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ N സൈമൺ ജോസ് എന്നിവരും പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവം കലവറയുണർന്നു. ആഘോഷമായി പാചകപ്പുരയിൽ പാലുകാച്ചൽ നടന്നു. ഡിസംബർ 3, 5, 6, 7 തീയതികളിൽ കുന്നംകുളത്ത് നടക്കുന്ന 35ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ രുചി വൈവിധ്യം നിറയ്ക്കാൻ പാചകപ്പുര തയ്യാറായി. ചിറളയത്തെ YMCA ഹാളിലാണ് പാചകപ്പുരയും ഭക്ഷണ വിതരണവും ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും 5000-ഓളം പേർക്ക് ഭക്ഷണമൊരുക്കും. YMCAയിലെ ഹാളിനു പുറമെ പുറത്തും ഭക്ഷണ വിതരണത്തിനായി സൌകര്യം ഒരുക്കുന്നുണ്ട്. എല്ലാ ദിവസവും വിവിധതരം പായസത്തോടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ഉച്ചയ്ക്ക് നൽകുക. മത്സരാർത്ഥികളും അധ്യാപകരും വിവിധ ഭാരവാഹികളും ഉൾപ്പെടെ കലോത്സവത്തിന്റെ ഭാഗമാകുന്ന 10,000-ഓളം പേർക്കാണ് സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇരിങ്ങാലക്കുട സ്വദേശിയായ മധു നന്ദിപുലത്തിനാണ് ഊട്ടുപുരയുടെ ചുമതല. ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പാലുകാച്ചൽ ചടങ്ങ് AC മൊയ്തീൻ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, തൃശൂർ DDE AK അജിതകുമാരി, ഭക്ഷണ കമ്മിറ്റി ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ ബിജു C ബേബി, കൺവീനർ KS സുഹൈർ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, PK ഷെബീർ, നഗരസഭാ കൌൺസിലർമാർ, വിവിധ കമ്മിറ്റി ചെയർമാൻമാർ, കൺവീനർമാർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ മണ്ണിൽ വിരുന്നെത്തുന്ന ജില്ലാ കലോത്സവം സമ്പൂർണ്ണ ദൃശ്യശ്രാവ്യ മികവോടെ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സംവിധാനങ്ങളുമായി ടീം CCTV. പ്രധാന വേദികളിൽ നിന്ന് മത്സരങ്ങളുടെ തത്സമയ സംപ്രേഷണത്തിന് പുറമെ വിജയികളുടെയും കലോത്സവത്തിലെത്തുന്ന അതിഥികളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും പ്രതികരണങ്ങൾ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ ബെഥനി സെന്റ് ജോൺ സ്കൂളിൽ പ്രത്യേകം സ്റ്റുഡിയോയും CCTV ആരംഭിച്ചിട്ടുണ്ട്. കലോത്സവ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. CCTVയുടെ യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ഒരുക്കിയിട്ടുണ്ട്. കലോത്സവത്തിന്റെ വിശേഷങ്ങൾ CCTV വാർത്തകളിലൂടെയും പ്രേക്ഷകർക്ക് ആസ്വദിക്കാം.
കായികമേളകൾ, വിവിധ ഉപജില്ലാ കലോത്സവങ്ങൾ, യൂണിവേഴ്സിറ്റികളുടെ കലോത്സവങ്ങൾ തുടങ്ങി നിരവധി ഇവന്റുകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ള ജനകീയ പ്രാദേശിക ദൃശ്യമാധ്യമമായ CCTV കഴിഞ്ഞ 25 വർഷക്കാലത്തെ അനുഭവ സമ്പത്തുമായി 35ാമത് റവന്യൂ ജില്ലാ കലോത്സവം സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കലോത്സവം മീഡിയ റൂം സജ്ജമായി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഡിറ്റോറിയത്തിന് സമീപത്തെ കെട്ടിടത്തിലാണ് മീഡിയ റൂം സജ്ജീകരിച്ചിട്ടുള്ളത്. കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ മീഡിയ റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ കൌൺസിലറും മീഡിയ കമ്മിറ്റി ചെയർമാനുമായ ഷാജി ആലിക്കൽ അധ്യക്ഷനായി. കൌൺസിലർമാരായ മിനി മോൻസി, ബിജു സി ബേബി, തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, മീഡിയ കമ്മിറ്റി കൺവീനർ PT കിറ്റോ, വൈസ് ചെയർമാൻ നീൽ ടോം, ജോയിന്റ് കൺവീനർ ജീസൺ കാക്കശ്ശേരി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ PI റസിയ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സംഘടനാ പ്രതിനിധികളും മാധ്യമപ്രവർത്തകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാധ്യമപ്രവർത്തകർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണോദ്ഘാടനം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജയപ്രകാശ് ഇലവന്ത്രയ്ക്ക് നൽകിക്കൊണ്ട് തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി നിർവഹിച്ചു. കലോത്സവം തത്സമയം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് CCTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ സഹായത്തോടെ മീഡിയ കമ്മിറ്റി ഒരുക്കുന്നത്. കലോത്സവത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായി ഫോട്ടോഗ്രാഫി മത്സരവും മീഡിയ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുണ്ട്. മത്സര ഇനങ്ങളിൽ വിജയികളായ കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നതിനും മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുമായി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മീഡിയ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. CCTV ന്യൂസ് കുന്നംകുളം. കലോത്സവം അക്കോമഡേഷൻ കമ്മിറ്റി റൂം ഉദ്ഘാടനം നടന്നു. നഗരസഭാ കൌൺസിലർ മിനി മോൻസി ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ HM ഡാർലു ടീച്ചർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ PI റസിയ, VHSE പ്രിൻസിപ്പൽ വിജയലക്ഷ്മി, MG ആന്റോ, V അജിത എന്നിവർ സംസാരിച്ചു. ഓരോ വേദികൾക്കടുത്തായി ഗ്രീൻ റൂമുകൾ ഒരുക്കുന്നുണ്ട്. റൂമുകളുടെ അപര്യാപ്തത മൂലം 2 ഉപജില്ലകൾക്ക് ഒരു റൂം വീതമാണ് നൽകുന്നത്. ഗ്രീൻ റൂമുകൾ വൃത്തിയായി സൂക്ഷിക്കണം, അല്ലാത്തപക്ഷം ബന്ധപ്പെട്ടവരുടെ പക്കൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതാണെന്നും കമ്മിറ്റി അറിയിച്ചു. കൺവീനർ ജോൺസൺ നമ്പഴിക്കാട് സ്വാഗതവും PSSTU ജില്ലാ പ്രസിഡന്റ് AR പ്രസാദ് നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ഏകാദശി വിശേഷം. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷന്റെയും എംപ്ലോയീസ് അസോസിയേഷന്റെയും വക വിളക്ക് ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ മേളത്തോടെ കാഴ്ചശീവേലി, സന്ധ്യയ്ക്ക് തായമ്പക, രാത്രി വിളക്കെഴുന്നള്ളിപ്പും നടന്നു. വിളക്കെഴുന്നള്ളിപ്പിന് വിശേഷാൽ ഇടയ്ക്കവാദ്യം, നാഗസ്വരം എന്നിവ അകമ്പടിയായി. വിളക്കാഘോഷത്തിന്റെ 22ാം ദിവസമായ ചൊവ്വാഴ്ച പരുവക്കാട്ട് കുടുംബം വക പുരാതന വിളക്കാണ്. ഉച്ചതിരിഞ്ഞ് കാഴ്ചശീവേലിക്ക് താമരയൂർ അനീഷ് നമ്പീശന്റെ മേളം അകമ്പടിയാകും. സന്ധ്യയ്ക്ക് ചെറുപ്പുളശ്ശേരി അർജുൻ S മാരാർ, അനുനന്ദ് എന്നിവരുടെ ഡബിൾ തായമ്പകയും ഉണ്ടാകും. വ്യാഴാഴ്ച മുതൽ അതിപ്രധാനമായ വിളക്കാഘോഷങ്ങളാണ്. അനധികൃത മദ്യവിൽപ്പന നടത്തിയ പഴഞ്ഞി ഐനൂർ സ്വദേശിയെ കുന്നംകുളം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പഴഞ്ഞി ഐനൂർ സ്വദേശി അപ്പു എന്ന 42 വയസ്സുള്ള പ്രവീണിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 21 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് സംഘം പിടിച്ചെടുത്തു. വീടിനുള്ളിൽ നിരവധി സഞ്ചികളിൽ 42 കുപ്പികളിലാണ് മദ്യം സൂക്ഷിച്ചിരുന്നത്. ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നതാണ് ഇയാളുടെ രീതിയെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ മോഹൻദാസ്, NR രാജു, MA സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർ ആനന്ദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ചൂണ്ടൽ പഞ്ചായത്തിലെ ഭരണസമിതി യോഗത്തിൽ മണലിയിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയ നടത്തുന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. മാഫിയ സംഘത്തിനായി ഭരണാധികാരികൾ വിടുപണി ചെയ്യുന്നതായും പ്രതിപക്ഷ ആക്ഷേപം. ചൂണ്ടൽ പഞ്ചായത്തിലെ CPM ഭരണസമിതിയുടെ അറിവോടെ പഞ്ചായത്തിലെ മണലി ഇറിഗേഷൻ കനാൽ ബണ്ട് പരിസരത്ത് ഭൂമാഫിയ സംഘം നടത്തുന്ന നിയമവിരുദ്ധ നിർമ്മാണം വിജിലൻസ് അന്വേഷിക്കണമെന്ന ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടത് വലിയ തർക്കത്തിനിടയാക്കിയിരുന്നു. മണലി കനാൽ ബണ്ട് പരിസരത്തെ 5 ഏക്കറിൽ വരുന്ന റബ്ബർ എസ്റ്റേറ്റ് ഭൂമിയിൽ നിയമവിരുദ്ധമായി മണ്ണെടുത്ത് ചുറ്റുമതിൽ നിർമ്മാണം എന്നിവ നടത്തുകയും ഇറിഗേഷൻ വകുപ്പിന്റെ അധീനതയിലുള്ള കനാൽ പുറമ്പോക്ക് ഭൂമിയിൽ പ്ലോട്ട് തിരിച്ചു വിൽക്കുന്നതിനുള്ള പ്രവൃത്തിയും നടത്തിയിരുന്നു. കൂടാതെ റോഡിന്റെ ഫോർമേഷൻ പ്രവർത്തനവും നടത്തിയിരുന്നു.
ഈ നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ CPM-ന്റെ പഞ്ചായത്ത് അംഗം, ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ തടയുകയും ആഴ്ചകൾക്ക് മുൻപ് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുമുണ്ടായിരുന്നു. നാളിതുവരെയായിട്ടും നേതാക്കൾ നൽകിയ പരാതി അന്വേഷിക്കുവാനോ നിയമവിരുദ്ധ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെപ്പിക്കുവാനോ ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാതിരിക്കുകയും ഭരണസമിതി യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. സ്വന്തം ചെലവിൽ റോഡ് നിർമ്മാണം നടത്താമെന്നറിയിച്ച് നൽകിയ അപേക്ഷ പഞ്ചായത്തിൽ നാളിതുവരെ സമർപ്പിക്കപ്പെട്ട മറ്റ് അപേക്ഷകളുടെ മുൻഗണന മറികടന്നാണ് യോഗത്തിൽ അവതരിപ്പിക്കപ്പെട്ടതെന്നും കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. പഞ്ചായത്തിൻ്റെതല്ലാത്ത സ്ഥലം അവിടെ റോഡ് നിർമ്മിക്കാൻ അനുമതി നൽകണമെന്ന് പഞ്ചായത്ത് മീറ്റിംഗിലേക്ക് അജണ്ട വരുമ്പോൾ ഈ പബ്ലിക്കിൻ്റെ പരാതി സ്വമേധയാ നിരാകരിക്കായിരുന്നു ഇവർക്ക്. അപ്പോൾ അതിന് വരെ സംവിധാനം ചെയ്തു കൊടുക്കുമ്പോൾ ഇതിനെതിർക്കുന്നത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണെന്ന് പറയുന്നു. അവിടെ ഒരു മതിൽ കെട്ടിയിട്ടുണ്ട്, അവിടെ ഒരു ടെമ്പററി കണക്ഷൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ വരെ ഇതിനെതിരെ അപേക്ഷയിൽ ഒപ്പിട്ടിട്ടുള്ള ആളാണ്. അവരൊക്കെ അനുസരിക്കാതെയാണ് ഇന്ന് ഈ രീതിയിൽ ഈ ഭൂമാഫിയ സംഘത്തിന്റെ ഇടപെടൽ. എന്തു വില കൊടുത്തും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിലെ UDF അംഗങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇറിഗേഷന്റെ അധീനതയിലുള്ള കനാൽ ബണ്ട് റോഡ് നിർമ്മാണം നടത്തുവാൻ അനുമതി നൽകുവാൻ പഞ്ചായത്ത് അധികാരമില്ലെന്നും അഴിമതി വെള്ളപൂശാൻ വേണ്ടിയുള്ള അജണ്ടയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് തർക്കം നടന്നത്. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങളായ ആൻഡോ പോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, നെജുല സിറാജുദ്ദീൻ എന്നീ പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂരിൽ കുറുവ സംഘം മോഡൽ മോഷണ ശ്രമം. എടപ്പുള്ളി റോഡിൽ പൊന്നരാശ്ശേരി സജിത്തിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. ഞായറാഴ്ച പുലർച്ചെ 1:30യോടെയായിരുന്നു സംഭവം. വീടിന് പുറത്ത് അലങ്കാര മത്സ്യം വളർത്തുന്ന ടാങ്കിന് മുകളിലെ ഇരുമ്പ് ഷീറ്റിന്റെ ശബ്ദം കേട്ട് സജിത്ത് ലൈറ്റിട്ട് ജനലിലൂടെ നോക്കിയപ്പോൾ പുറത്തെ ടാപ്പ് തുറന്ന് വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ സമീപമുള്ള ബന്ധുവിനെ ഫോണിൽ വിവരം അറിയിച്ചു. വീടിന് പുറത്തുനിന്ന് ശബ്ദം കേട്ടിരുന്നതായി അയൽവാസി കോലാമ്പുറത്ത് പ്രകാശന്റെ വീട്ടുകാരും പറഞ്ഞു. സമീപമുള്ള വീടുകളുള്ള പ്രദേശമാണിത്. ഉടൻ തന്നെ സമീപത്തെ വീട്ടുകാരെല്ലാം ലൈറ്റിട്ട് പുറത്തിറങ്ങി തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. ഇന്നലെ രാത്രി പൈപ്പെല്ലാം തുറന്നിട്ടിട്ട് അത് നമ്മുടെ അടുത്തുള്ള അണീന്റെ മോന്റെ വീടം അവിടെ പൈപ്പൊക്കെ തുറന്നു. അവരൊക്കെ നെറ്റി പിടിച്ച് എനിക്ക് വന്ന് നോക്കിയപ്പോൾ ആളെ കാണാനില്ല. അവിടെ എല്ലാം നോക്കിയപ്പോൾ എവിടെയെല്ലാം നോക്കിയിട്ട് അവർക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആള് ഓടിപ്പോയി എന്നൊക്കെ പറയുന്നത്. ബംഗളൂരുവിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഞാങ്ങാട്രി സ്വദേശി മരിച്ചു. ലോറി ഡ്രൈവർ ഞാങ്ങാട്രി താഴ്ത്തിയതിൽ 26 വയസ്സുള്ള മുഹമ്മദ് മുബാറക്കാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ നവംബർ 4-ന് രാത്രിയിലാണ് ആക്രമണമുണ്ടായത്. തമിഴ്നാട് നിന്നും ബംഗളൂരുവിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഹെവി ലോറിയുടെ ഡ്രൈവറായ മുബാറക് ബംഗളൂരിൽ വെച്ച് ആക്രമണത്തിനിരയാവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന വിവരം അറിഞ്ഞ ബംഗളൂരു പോലീസ് സമീപമുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടിൽ നിന്നുമെത്തിയ ബന്ധുക്കളും ബംഗളൂരുവിലെ സുഹൃത്തുക്കളും ചേർന്ന് ബംഗളൂരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബംഗളൂരുവിൽ നിന്നും പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തിയതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സുലൈമാൻ പിതാവും സൽമ ഉമ്മയുമാണ്. തസ്ലീമ, പരേതനായ സൈനുൽ ആബിദ എന്നിവർ സഹോദരങ്ങളാണ്. CCTV ന്യൂസ്, തൃത്താല. ശാരീരിക അവശതകളെ തുടർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ കഴിയുന്ന രഘുനന്ദനെ കാണുവാനായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ എത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സുരേന്ദ്രൻ ആശുപത്രി സന്ദർശിച്ചത്. വീട്ടുകാരുമായി അസുഖ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് പ്രവർത്തകരുമായി സൌഹൃദ സംഭാഷണം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. നേതാക്കളായ KK മുരളി, രജീഷ് ഐനൂർ, സുഭാഷ് ആദൂർ, ബിനു പ്രസാദ്, സോഫിയ ശ്രീജിത്ത് കമ്പിപ്പാലം, മിഥുൻ പുതുശ്ശേരി, സുമേഷ് കുട്ടൻ, CB ശ്രീഹരി തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പുന്നൂക്കാവ് ഭഗവതി ക്ഷേത്രക്കുളം നവീകരണത്തിന്റെ ഭാഗമായുള്ള ബ്രോഷർ പ്രകാശനം ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. കമ്മിറ്റി രക്ഷാധികാരി ഡോക്ടർ രാജേഷ് കൃഷ്ണൻ ബ്രോഷർ ഏറ്റുവാങ്ങി. ആദ്യ ഫണ്ട് ഭാസ്കരൻ കൊട്ടേപ്പാട്ടിൽ നിന്ന് തന്ത്രി സ്വീകരിച്ച് ഭാരവാഹികൾക്ക് കൈമാറി. കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് പാഴിയൂർ അധ്യക്ഷനായി. ഭാസ്കരൻ കൊട്ടേപ്പാട്ട്, അഖില കേരള വെളിച്ചപ്പാട് സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. വേലായുധകുമാർ, PC രവി, അശോകൻ വെള്ളാമാക്കൽ, ഹരിദാസൻ താമരശ്ശേരി എന്നിവർ സംസാരിച്ചു.
വിശാലമായി കിടക്കുന്ന പുരാതനമായ പുന്നൂക്കാവ് ക്ഷേത്രക്കുളം രണ്ടാം തവണയാണ് നവീകരണത്തിനായി ഒരുങ്ങുന്നത്. 90 ലക്ഷം രൂപ ചിലവിൽ ഇരുവശങ്ങളിലും കടവുകൾ നിർമ്മിച്ചാണ് പഴമ നിലനിർത്തി നവീകരണം നടത്തുന്നത്. ചാലിശ്ശേരി പെരുമണ്ണൂർ EPNNMM ചൈതന്യ വായനശാലയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 75 വർഷങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. KK കുമാരൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഭരണഘടനാ ക്വിസ് മത്സരം നടത്തി. ഡോക്ടർ K ജയരാജ് ക്വിസ് മാസ്റ്ററായി. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനശാല സെക്രട്ടറി EK മണികണ്ഠൻ, പ്രസിഡന്റ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, ട്രഷറർ P അനീഷ്, വൈസ് പ്രസിഡന്റ് KK വിനോദ്, ജോയിന്റ് സെക്രട്ടറി നിതിൻ ദേവ്, ലൈബ്രറിയൻ അനുപമ എന്നിവർ സംസാരിച്ചു. രോഗപീഠകളാൽ ദുരിത ജീവിതം നയിക്കുന്ന 83-കാരിക്ക് അഭയമൊരുക്കാതെ മുഖം തിരിച്ച് സാമൂഹ്യനീതി വകുപ്പ്. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ AKG നഗറിൽ താമസിക്കുന്ന കല്ലിങ്ങൽ വീട്ടിൽ ഭാർഗവിയാണ് മരുന്നും ഭക്ഷണവുമില്ലാതെ അധികാരികളുടെ ദയവിനായി കാത്തിരിക്കുന്നത്. AKG നഗറിൽ ശോചനീയാവസ്ഥയിലുള്ള വീട്ടിൽ സഹോദരിയുടെ മകൻ ബാബുവിനൊപ്പമാണ് ഭാർഗവി കഴിഞ്ഞുവരുന്നത്. രാവിലെ ജോലിക്ക് പോയാൽ രാത്രി വൈകി മാത്രം വരുന്നതാണ് ബാബുവിന്റെ പതിവ്. വർഷങ്ങൾക്ക് മുൻപ് ബാബുവിന്റെ ഭാര്യ മരിച്ചതോടെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്ന പതിവില്ലാതായി. ഇതോടെയാണ് ഭാർഗവിയുടെ ദുരിതത്തിന് തുടക്കമായത്. യഥാസമയം ഭക്ഷണവും മരുന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ ആരോഗ്യസ്ഥിതി മോശം അവസ്ഥയിലാവുകയായിരുന്നു. പരസഹായമില്ലാതെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാതെ തളർന്നുപോയ ഭാർഗവി ഇന്നും ജീവനോടെ ഇരിക്കുന്നത് സമീപത്തെ വീടുകളിൽ നിന്നെത്തിക്കുന്ന ഭക്ഷണം വാരിക്കൊടുത്തും ദേഹം ചൂടുവെള്ളം ഉപയോഗിച്ച് തുടച്ചും പരിചരണം നടത്തുന്ന അയൽവാസികളായ വീട്ടമ്മമാരുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ്. ദിവസേന കൂലിപ്പണിക്ക് പോയി ഉപജീവനം നടത്തുന്ന സാധാരണക്കാരായ സമീപവാസികളെല്ലാം തങ്ങളുടെ പരാധീനതകൾക്കിടയിലും ഭാർഗവിയെ ചേർത്ത് പിടിച്ചാണ് മുന്നോട്ടു പോയിരുന്നത്. ആള് അവൻ കാലത്ത് പോയി ഞാൻ പിന്നെ വൈകുന്നേരം രാത്രി ചിലപ്പോൾ 7 മണി 7:30 8 മണിക്ക് വരാനായിട്ട് അതുവരെ അതതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എത്തിക്കാൻ ഞങ്ങളെ പറ്റണം. പറ്റില്ലേ ആൾക്ക് തന്നെ ഒന്ന് കുളിക്കാനോ ഒന്നിനും പറ്റില്ല. ഒരു ദിവസം ഞങ്ങൾ 13 ദിവസത്തിനുള്ളിൽ കൊണ്ടുപോകുന്നു പറഞ്ഞ് പക്ഷെ ഒന്ന് കൊണ്ടുപോകണം കാണാനില്ല. ചോദിക്കണത് മുതലുണ്ടാ അതിനെ അതൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് അതിന്റെ വീടൊന്നല്ലതേ, അതിന്റെ മരുമകള് അവര് മേടിച്ചിട്ടുള്ളതാണ് ഈ സ്ഥലം. അപ്പോൾ അത് അവരുടെ പേരിലാണ്, മരുമകളുടെ പേരിലാണ്. 2 കുട്ടികളുണ്ട്. പിന്നെ ഇപ്പൊ അതിന്റെ മക്കളില്ലേ, അതിന്റെ മക്കള് നോക്കുന്നു വിചാരിക്കുക. അതിന്റെ മക്കളൊന്നും ഇല്ലല്ലോ. അതിന്റെ മോനൊന്നല്ല, സഹോദരിയുടെ മോനാണേ. അത് അവനില്ലേ. പിന്നെ അവന്റെ ഭാര്യ മരിച്ചു. അതിന് 2 കുട്ടികളുണ്ട്. അത് അവരുടെ ഭാര്യ വീട്ടുകാരാണ് നോക്കണത്. എന്നാൽ ആരോഗ്യനില തീർത്തും മോശമായതോടെ ഭാർഗവിയുടെ പരിചരണം ഏറെ ദുഷ്കരമായി മാറി. ഈ സാഹചര്യത്തിൽ നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് സാമൂഹ്യനീതി വകുപ്പ് അധികൃതരുമായി ചർച്ച നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യനീതി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും ഭാർഗവിയെ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും സാമൂഹ്യനീതി വകുപ്പ് അധികാരികൾ പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. സർക്കാർ സഹായം സ്വീകരിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ജില്ലയിൽ ഉണ്ടെന്നിരിക്കെ തികഞ്ഞ അനാസ്ഥയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി വാർഷിക പൊതുയോഗവും ലാഭവിഹിത വിതരണവും നടന്നു. SC/ST സംസ്ഥാന കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലിമി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ജിതിൻ K വിജയ് സ്വാഗതവും ബോർഡ് മെമ്പർ MA വേലായുധൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സാമൂഹിക പ്രവർത്തകനും ജനപ്രതിനിധിയുമായിരുന്ന RP മൊയ്തുട്ടി സാഹിബിന്റെ സ്മരണാർത്ഥം എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിൽ ഡിസംബർ 5-ന് സംസ്ഥാനതല ചിത്രരചനാ മത്സരം നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. RP മൊയ്തുട്ടി ഫൗണ്ടേഷനും ഹോപ്പ് പബ്ലിക് സ്കൂളും സംയുക്തമായി റെയിൻബോ എന്ന ശീർഷകത്തിൽ നടത്തുന്ന ചിത്രരചനാ മത്സരത്തിൽ ഗവൺമെന്റ് എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE സ്കൂളിലെയും അങ്കണവാടികളിലെയും വിദ്യാർത്ഥികൾ പങ്കെടുക്കും. അങ്കണവാടി മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് പങ്കെടുപ്പിക്കുന്നത്. രാവിലെ 10 മുതൽ 12 വരെയാണ് മത്സരം. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ സിനിമാ കലാ സംവിധായകൻ കൃഷ്ണദാസ് കടവനാട് സമ്മാന വിതരണം നിർവഹിക്കും. RP സിദ്ദിഖ്, ഡോക്ടർ RP അബ്ദുൾ ഹക്കീം,
EN സതീഷ് ബാബു, VS സുമ, KR അനിൽ, P അബ്ദുൾ സലാം തുടങ്ങിയവർ പങ്കെടുക്കും. തുടർ വർഷങ്ങളിലും കൂടുതൽ കുട്ടികൾക്ക് അവസരമൊരുക്കി മത്സരം നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ VS സുമ, EN സതീഷ് ബാബു, VR രാഹുൽ രാജ്, P അബ്ദുൾ സലാം എന്നിവർ എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്സരം 4 വിഭാഗങ്ങളിലായിട്ടാണ് നടത്തപ്പെടുന്നത്. അംഗനവാടി PKG കുട്ടികളെ ഉൾക്കൊള്ളിച്ചുള്ള കാറ്റഗറി 1, LKG UKG കാറ്റഗറി 2, 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കാറ്റഗറി 3, ആൻഡ് 3-4 ക്ലാസ്സിലെ കുട്ടികൾ ഉൾപ്പെടുന്ന കാറ്റഗറി 4. ഇങ്ങനെ 4 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും പ്രോത്സാഹന സമ്മാനവും നൽകുന്നു. രജിസ്ട്രേഷൻ ഫീ ഉണ്ടാകുന്നതല്ല. 45ഓളം സ്കൂളുകളിൽ നിന്നായി ഏകദേശം 250-ൽ കൂടുതൽ കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ രജിസ്ട്രേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. CCTV ന്യൂസ് എരുമപ്പെട്ടി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മറ്റം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PA ജോളി അധ്യക്ഷയായി. യൂണിറ്റ് സെക്രട്ടറി നീതു സിൻഡോ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സ്മിത ജെയ്സൺ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി PJ ജോൺസൺ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ജീന ബാബു, ബിന്ദു ജയന്തൻ, വിജി ബാബു എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PA ജോളി പ്രസിഡന്റ്, നീതു സിൻഡോ സെക്രട്ടറി, പ്രഷിത ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. എരുമപ്പെട്ടി തിരുഹൃദയം ഫൊറോന ഇടവക മതബോധന യൂണിറ്റിന്റെ വാർഷികാഘോഷവും അവാർഡ് ദാനവും നടന്നു. തൃശൂർ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ പ്രൊഫസറായ ഡോക്ടർ മേരി റെജീന ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. നവവൈദികൻ ഫാദർ ദേവസി തയ്യിലിനെ ചടങ്ങിൽ ആദരിച്ചു. സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ, കോൺവെന്റ് മദർ സിസ്റ്റർ ആനി ജോൺ, മതബോധന PTA പ്രസിഡന്റ് MB തോമസ്, യൂണിറ്റ് പ്രിൻസിപ്പാൾ AA സെബാസ്റ്റ്യൻ, സെക്രട്ടറി ML ആന്റോ, TO ഷൈജു, KO ജോണി, സെബി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ വിജയിച്ച ഒരുമനയൂർ IDC സ്കൂളിലെ വിദ്യാർത്ഥികളെ യുവജന കലാ സാംസ്കാരിക വേദി അനുമോദിച്ചു. തിരുവത്ര പുത്തൻ കടപ്പുറം സ്വദേശികളായ ഹന്ന KH, മൊഹിയുദ്ദീൻ മിഗ്ദാദ് എന്നീ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. സാംസ്കാരിക വേദി സെക്രട്ടറി TM ഷഫീഖ്, പ്രസിഡന്റ് CM നൌഷാദ്, അംഗങ്ങളായ AN നിമിൽ, TM റഫീഖ്, പേള ഇക്ബാൽ എന്നിവർ വിദ്യാർത്ഥികളുടെ വീട്ടിലെത്തിയാണ് ആദരിച്ചത്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ IPH ബുക്സുമായി ചേർന്ന് സംഘടിപ്പിച്ച ത്രിദിന പുസ്തകമേളയ്ക്ക് സമാപനമായി. അൻസാർ ലിറ്ററേച്ചർ കാർണിവൽ 2024 എന്ന പേരിൽ നടത്തിയ പുസ്തകമേളയുടെ സമാപന ചടങ്ങ് പ്രശസ്ത കഥാകാരിയും വിവർത്തകയുമായ രമ മേനോൻ ഉദ്ഘാടനം ചെയ്തു. IPH ബുക്സ് അസിസ്റ്റന്റ് ഡയറക്ടർ KT ഹുസൈൻ, അൽസുവൈദ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ VV ഹംസ, സ്കൂൾ PTSC ചീഫ് മെന്റർ നൂറുൽ ഹക്ക്, സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. സ്കൂളിലെ പൂർവ്വ അധ്യാപകനും എഴുത്തുകാരനുമായ അമാനുള്ള വടക്കാങ്ങര എഴുതിയ വിജയമന്ത്രങ്ങൾ എന്ന പുസ്തകവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മാസ്റ്റർ ആസിം എഴുതിയ സമ്മർ ഡേയ്സ് ഇൻ സൗദി അറേബ്യ എന്ന പുസ്തകവും അൻസാർ വിദ്യാർത്ഥികളുടെ സൃഷ്ടിയായ അൻസാർ ടൈംസ് എന്ന ചെറുപത്രവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പുസ്തകമേളയോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടത്തി. ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ സ്വാഗതവും സീനിയർ സെക്കൻഡറി വിഭാഗം മേധാവി സാജിദ റസാഖ് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കോൺഗ്രസ് നേതാവ് ഷാജി അമ്മാട്ടിന്റെ 12ാം ചരമവാർഷികാചരണം ചിറമനേങ്ങാട് നടന്നു. യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരുവിന്റെ അധ്യക്ഷതയിൽ കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TK രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സലാം വലിയകത്ത്, OS വാസുദേവൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവുട്ടി ചിറവനേങ്ങാട്, കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിമാരായ MH നൌഷാദ്, അക്ബർ അലി, പ്രസാദ് കടങ്ങോട്, INTUC രക്ഷാധികാരി MP സിജോ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ആചരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ് സന്ദേശം നൽകി. ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പ്രസംഗം, സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അധ്യാപകരായ PC റൂമി, MC അശ്വതി, നിബ മനു എന്നിവർ നേതൃത്വം നൽകി. പഴനി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ
കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് കോഴ്സിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ വൊക്കേഷണൽ ടീച്ചർ തസ്തികയിൽ ഒഴിവുണ്ട്. നിശ്ചിത യോഗ്യതകളുള്ളവർക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം വെള്ളിയാഴ്ച രാവിലെ 11:30 സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 98 95 08 65 06 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പെരുമ്പിലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ പൊറവൂർ തത്വമസി ദേശവിളക്ക് ആഘോഷ കമ്മിറ്റി നടത്തിയ മുഴുവൻ വിളക്ക് ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ രാവിലെ കൂട്ടുഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം വിളക്ക് പന്തലിലേക്ക് എഴുന്നള്ളിച്ചിരുത്തൽ, തുടർന്ന് അന്നദാനവും നടന്നു. വൈകിട്ട് 6-ന് കൊരട്ടിക്കര കുണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ദീപാരാധനയ്ക്ക് ശേഷം പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. താലമേന്തിയ മാളികപ്പുറങ്ങളും ഉടുക്കുപാട്ടും ചെണ്ടമേളവും ഗജവീരനും അകമ്പടിയായി. എഴുന്നള്ളിപ്പ് വിളക്കുപന്തലിൽ സമാപിച്ചതിനു ശേഷം അന്നദാനം, പന്തലിൽ പാട്ട്, തിരിയൊഴിച്ചിൽ, പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ടുംതട, ആഴിപൂജ, കനലാട്ടം എന്നിവയ്ക്ക് ശേഷം ഗുരുതി തർപ്പണത്തോടെ വിളക്കാഘോഷത്തിന് സമാപനമായി. ചാവക്കാട് മണത്തല തത്വമസി അയ്യപ്പൻ വിളക്ക് സംഘത്തിലെ ജനാർദ്ദനൻ ഗുരുസ്വാമിയും സംഘവുമായിരുന്നു വിളക്ക് യോഗക്കാർ. പൊറവൂർ തത്വമസി ദേശവിളക്ക് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും മെമ്പർമാരും നേതൃത്വം നൽകി. യേശുദേവന്റെ തിരുജനനത്തിന്റെ മഹത്വം അറിയിച്ചുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. ക്രൈസ്തവ വിശ്വാസികളുടെ 25 നോമ്പ് അനുഷ്ഠാനത്തിനും തുടക്കമായി. ഡിസംബർ പിറന്നതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ പള്ളികളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങും. പള്ളികളിലും വീടുകളിലും പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും ഒരുക്കിയാണ് തിരുപ്പിറവി ആഘോഷിക്കുക. 25 ദിവസത്തെ ക്രിസ്മസ് നോമ്പ് ഞായറാഴ്ച തുടങ്ങി ഇനിയുള്ള ദിവസങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിവിധങ്ങളായ ശുശ്രൂഷകളും നടക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഉണ്ണിയേശുവിന്റെ തിരുജനനത്തിന്റെ മഹത്വം അറിയിച്ചുള്ള ആഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമായി. MPPM സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച കരോൾ ആഘോഷം വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കരോളിൽ അണിചേർന്നു. വീടുകളിലെത്തി ഗാനങ്ങൾ ആലപിച്ചു. ക്രിസ്മസ് പാപ്പമാർ മധുര വിതരണവും നടത്തി. പള്ളിക്ക് കീഴിലുള്ള 11ഓളം കുടുംബ യൂണിറ്റുകളിൽ കരോളുകൾ വിവിധ ദിവസങ്ങളിൽ വീടുകളിലെത്തും. കരോളിന് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, PTA പ്രസിഡന്റ് ബിജു PT, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ KC ആന്റണി, പ്രധാന അധ്യാപിക ഷീന മിൽട്ടൺ, സ്റ്റാഫ് സെക്രട്ടറി ജിനു വിനു, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ലോക എയ്ഡ്സ് ദിനാചരണം നടത്തി. അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ലിസ പോൾ എയ്ഡ്സ് ദിന സന്ദേശം നൽകി. നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ജസ്ന, ആശുപത്രിയിലെ ഡോക്ടർമാർ, നഴ്സിംഗ് സ്റ്റാഫ്, മറ്റ് ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു. എയ്ഡ്സ് രോഗം എങ്ങനെ പകരുന്നു എന്നതിനെക്കുറിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ സ്കിറ്റ് അവതരിപ്പിച്ചു. UAE ഫ്യുജൈറ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ 13ാമത് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ വർണ്ണാഭമായി. പള്ളി അങ്കണത്തിൽ നടന്ന ഫെസ്റ്റിവൽ ഡൽഹി ഭദ്രാസനാധിപനും UAE മേഖല പാത്രിയാർക്കൽ വികാരിയുമായ കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിശപ്പുരഹിത ഡൽഹി പദ്ധതിക്കുള്ള തുക മെത്രാപ്പോലീത്തയ്ക്ക് സമർപ്പിച്ചു. മർത്തോമ പള്ളി വികാരി ഫാദർ അബ്രഹാം, UAE സോണൽ കൌൺസിൽ വൈസ് പ്രസിഡന്റും റാസൽ ഖൈമ പള്ളി വികാരിയുമായ ഫാദർ റെജി കാരവള്ളി, ഫാദർ എബിൻ, ട്രസ്റ്റി ദീപക് ജോർജ് എന്നിവർ സംസാരിച്ചു. വിവിധ വിനോദ സംഗീത കലാപരിപാടികളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ഇടവക സമാജം അംഗങ്ങൾ ഒരുക്കിയ കേരള തനിമയാർന്ന ഭക്ഷണ സ്റ്റാളിലെ സ്വാദിഷ്ടമായ നാടൻ വിഭവങ്ങൾ വാങ്ങുവാൻ വിശ്വാസികളുടെ വൻ തിരക്കായിരുന്നു. നാനാജാതി മതസ്ഥർ ഉൾപ്പെടെ നിരവധി വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു. വികാരി ഫാദർ ടോംസൺ പൂവത്തിങ്കൽ സ്വാഗതവും സെക്രട്ടറി സന്തോഷ് ജോൺ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. പുനയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രസന്നിധിയിൽ നറുക്കെടുപ്പ് നടത്തി. ക്ഷേത്ര മേൽശാന്തി ശരത് നമ്പൂതിരിപ്പാട് നറുക്കെടുത്ത് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മാതൃസമിതി പ്രസിഡന്റ് ഷീജ മോഹൻ, സുധ മാമ്പുള്ളി, ശാന്ത ഹരിദാസൻ, ജാനു കോർമത്ത്, ചന്ദ്രിക വിജയൻ തുടങ്ങിയവർ 2 മുതൽ 6 വരെയുള്ള ഭാഗ്യശാലികൾക്കായുള്ള നറുക്കെടുപ്പ് നടത്തി. 1ാം സമ്മാനം 3 പവൻ സ്വർണം, 2ാം സമ്മാനം 2 പവൻ സ്വർണം, 3ാം സമ്മാനം 1 പവൻ എന്നിങ്ങനെയാണ് സമ്മാനം. ചടങ്ങിൽ പ്രസിഡന്റ് ഷീജ മോഹനൻ അധ്യക്ഷയായി. ക്ഷേത്രം സെക്രട്ടറി ദയാനന്ദൻ മാമ്പുള്ളി ആമുഖ പ്രഭാഷണം നടത്തി. മോഹനൻ ഈച്ചിത്തറ നറുക്കെടുപ്പിനെക്കുറിച്ച് വിവരിച്ചു.
കേച്ചേരി NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗമായ അഡ്വക്കേറ്റ് പി ഹൃഷികേശ് ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് കെ ശശീധരൻ അധ്യക്ഷനായി. താലൂക്ക് സെക്രട്ടറി എസ് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ മുതിർന്ന കരയോഗ അംഗങ്ങളെയും വിവിധ നേട്ടങ്ങൾക്ക് അർഹരായവരെയും ആദരിച്ചു. കരയോഗം സെക്രട്ടറി പി മണികണ്ഠൻ, CP ഹരിനാരായണൻ, N രാധാകൃഷ്ണൻ, സുധീഷ് മേക്കാട്ടിൽ, സ്മിത മണികണ്ഠൻ, സുപ്രിയ അരുൺകുമാർ, MP രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി കെ ശശീധരൻ പ്രസിഡന്റ്, പി മണികണ്ഠൻ സെക്രട്ടറി, MP രാധാകൃഷ്ണൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ വിവിധ വിഭാഗങ്ങളിൽ വിജയകിരീടം സ്വന്തമാക്കിയ വെള്ളറക്കാട് VS UP സ്കൂളിൽ ആഹ്ലാദ പ്രകടനം നടന്നു. അറബിക് കലോത്സവത്തിൽ UP വിഭാഗത്തിൽ 1ാം സ്ഥാനവും LPയിൽ 3ാം സ്ഥാനവും അറബിക് മോണോ ആക്ടിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. സംസ്കൃതോത്സവത്തിൽ സംസ്കൃത നാടകത്തിൽ 1ാം സ്ഥാനവും മികച്ച നടൻ, മികച്ച നടി എന്നീ പുരസ്കാരങ്ങളും, സംസ്കൃത കഥാകഥനത്തിൽ 1ാം സ്ഥാനവും നേടി. മികച്ച നടൻ MA ഐഷാൻ, മികച്ച നടി TR ദേവി, S മുഹമ്മദ് എന്നിവരെയും അധ്യാപകരായ വിജയശ്രീ, ഷബീന പാഹി എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. റാലിക്ക് സ്കൂൾ മാനേജർ PP ഹൈമൻ, പ്രധാന അധ്യാപിക PR വിജയശ്രീ, PTA പ്രസിഡന്റ് ഡോക്ടർ ഫസലു, MPTA പ്രസിഡന്റ് ശ്രീധന്യ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് വില്ലേജ് ഓഫീസിന് സമീപം കാറിന് പുറകിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടം. കുന്നംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിന് പുറകിൽ അമിത വേഗതയിലെത്തിയ ഗുരുവായൂർ തിരുവനന്തപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശം ഭാഗികമായും കാറിന്റെ പുറകുവശം പൂർണ്ണമായും തകർന്നു. സംഭവത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മഴ പെയ്തതോടെ വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ ദുരിതമായി. കടങ്ങോട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഈ റോഡ് തകർന്ന യാത്രായോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. തൃശൂർ, പാലക്കാട് ജില്ലകളെയും കടങ്ങോട്, കടവല്ലൂർ പഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ്. തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുകയാണ്. കുഴിയിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമാണ്. ഇതിനിടയിലാണ് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിനു വേണ്ടി കാന കയറിയത്. കുഴിച്ചെടുത്ത മണ്ണ് റോഡിന് ഇരുവശവും കൂട്ടിയിട്ട് കാനകൾ മൂടുകയും കൂടി ചെയ്തതോടെ ചെറിയ ചാറ്റൽ മഴ പെയ്താൽ പോലും ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ദിനംപ്രതി ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തും വാർഡ് മെമ്പറും ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് പ്രദേശവാസിയും കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയുമായ MH നൌഷാദ് ആരോപിച്ചു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ ഭരണവും MLAയും LDF ആണ്. എന്നിരുന്നിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ലെന്നും ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും MH നൌഷാദ് അറിയിച്ചു. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതി അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് 2 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുള്ളത് ഇടതുപക്ഷത്തിന്റേതാണ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലെ മെമ്പറുള്ളത് ഇടതുപക്ഷത്തിന്റേതാണ്. ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ ഭരിക്കുന്നതും അവരാണ്. MLAയും അതുപോലെ തന്നെ MP ഉണ്ടായിട്ടും സംസ്ഥാന ഭരണം ഉണ്ടായിട്ടും ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്നോണമാണ് ഈ റോഡ് ഒരു അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുവാനോ അതല്ലെങ്കിൽ അതൊന്നും ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുവാനോ പഞ്ചായത്ത് മുന്നോട്ട് വരാത്തത് എന്നുള്ളതാണ് വസ്തുത. ആയതുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഭരണസമിതി തീരുമാനമെങ്കിൽ പൊതുജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ അറിയിക്കുവാനുള്ളത്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ചാവക്കാട് കൺസോർ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മാസം തോറും നടത്തിവരാറുള്ള ഡയാലിസിസ് കൂപ്പൺ വിതരണവും സാന്ത്വന സംഗമവും കൺസോൾ കോർണറിൽ നടന്നു. ഒള്ളൂർ സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ഫർഷാദ് സാന്ത്വന സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജമാൽ താമരത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യ റെസിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ വിദ്യമണി, സിനിമാ താരവും സംവിധായകനുമായ RJ സുബ്ബു, ട്രസ്റ്റ് മുൻ പ്രസിഡന്റ് PV അബ്ദു, പ്രവാസി ചാപ്റ്റർ പ്രതിനിധി ഡോക്ടർ ഫൈസൽ TP, ഷെരീഫ് കായൽക്കടവ് എന്നിവർ സംസാരിച്ചു. വിദ്യാ ഗ്രൂപ്പ് ചെയർമാൻ വിദ്യമണി, TP അബ്ദുൽ കരീം എന്നിവർ ഡയാലിസിസ് ഫണ്ടിലേക്ക് സഹായം നൽകി. വൈസ് പ്രസിഡന്റ് ഹക്കീം ഇംബാറക്, ട്രസ്റ്റിമാരായ CM ജനീഷ്, RV കമറുദ്ദീൻ, നൌഷാദ് അലി, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി PM അബ്ദുൽ ഹബീബ് സ്വാഗതവും ട്രഷറർ V കാസിം നന്ദിയും പറഞ്ഞു.
SDPI കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പരിശീലനം സംഘടിപ്പിച്ചു. മരത്തംകോട് ബഹ്റൈൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് SDPI തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വടക്കൂട്ട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KK കബീർ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി KV നാസർ, ജില്ലാ ട്രഷറർ TM അക്ബർ, ജില്ലാ സെക്രട്ടറി AK അബ്ദുൾ മനാഫ്, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി EM ലത്തീഫ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി ഷാഹുൽ ഹമീദ് സ്വാഗതവും മണ്ഡലം ജോയിന്റ് സെക്രട്ടറി യേശുദാസ് നന്ദിയും പറഞ്ഞു. അവിയൂർ എടക്കര അയ്യപ്പ സേവാ സംഘം 21ാം ദേശവിളക്കും അന്നദാനവും കാരുണ്യ പ്രവർത്തനവും ഡിസംബർ 5, 6 തീയതികളിലായി നടത്തും. വ്യാഴാഴ്ച വൈകിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിതരണവും സർവൈശ്വര്യ പൂജ, തുടർന്ന് ഭജന ഉണ്ടാകും. വെള്ളിയാഴ്ച പുലർച്ചെ ഗണപതി ഹോമം, മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ നാരായണീയ പാരായണം, ഉച്ചയ്ക്ക് 12 മണിക്കും വൈകിട്ട് 8 മണിക്കും അന്നദാനവും ഉണ്ടാകും. അവിയൂർ കളരിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ചിറമനേങ്ങാട് വാസുണ്ണി ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ഉണ്ടാകും. ആന, പഞ്ചവാദ്യം, താലം, നാദസ്വരം, കാവടി, രഥം എന്നിവയും അകമ്പടിയാകും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചന്നൂർ വട്ടംപാടം റോസ് ഓഡിറ്റോറിയത്തിൽ തന്മിയ വിജ്ഞാനവേദി സംഘടിപ്പിച്ചു. സിറാത്തുൽ മുസ്തഖീം എന്ന വിഷയത്തിൽ അബ്ദുള്ള സുലാഹി മാഞ്ഞലി വിഷയാവതരണം നടത്തി. ജമാൽ പെരുവാണത്ത് അധ്യക്ഷത വഹിച്ചു. പടക്കേക്കാട് സലഫി മസ്ജിദ് ഇമാം അനീസ് ഇസ്മയിൽ സ്വാഗതവും അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു. ജമാൽ സലഫി, അബ്ദുൾ വാഹിദ് പറവണ്ണ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ കിഡ്സ് ടൈമിൽ വിവിധ മദ്രസകളിലെ സർഗവസന്തത്തിൽ പങ്കെടുത്ത് വിജയികളായ കുരുന്നുകൾക്ക് സമ്മാന വിതരണവും നടത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സംഘടനയുടെ മണ്ഡലം പ്രവർത്തകർ നേതൃത്വം നൽകി. വടക്കേക്കാട് കൊച്ചന്നൂർ റോഡിൽ ഗ്രാൻഡ് ബസാർ പ്രവർത്തനം ആരംഭിച്ചു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ NSS യൂണിറ്റും അൻസാർ ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 4 രാവിലെ 10 മുതൽ കോട്ടൂൾ ലൈബ്രറി ഹാളിലാണ്. ഗൈനക്കോളജി, ശിശുരോഗം എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരായ ഡോക്ടർ സുറുമി മാമു, ഡോക്ടർ സിനീഷ എന്നിവരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് നടക്കും. കടവല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി KA ഉല്ലാസ് കുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വാർഡ് മെമ്പർ നിഷ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിക്കും. കുന്നംകുളം PPC മിഷന്റെ ആഭിമുഖ്യത്തിൽ മിഷൻ എക്സ്പോ 2025 ജനുവരി 17, 18, 19 തീയതികളിൽ നടക്കും. പാസ്റ്റർ ജോയ് M. തോമസ്, ബ്രദർ ജോയ് ജോൺ ബാംഗ്ലൂർ, C. ലില്ലി വർഗീസ്, റവറൻ തോമസ് മാത്യു കാട്ടാക്കട എന്നിവരാണ് പ്രധാന പ്രാസംഗികർ. പകൽ സമയങ്ങളിൽ 3 സെഷനുകളിലായി മിഷണറി ട്രെയിനിംഗ് കോഴ്സ് ക്രമീകരിക്കും. ഞായറാഴ്ചയിലെ ഗാന ശുശ്രൂഷയ്ക്ക് ഇമ്മാനുവൽ ഹെൻറി നേതൃത്വം നൽകും. മിഷൻ എക്സ്പോയിൽ സ്റ്റാളുകൾ ആവശ്യമുള്ളവർ 93 49 88 68 83 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7075 രൂപ, പവന് 56,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചരമം
ഗുരുവായൂരിലെ മാധ്യമപ്രവർത്തകൻ ലിജിത് തരകന്റെ പിതാവ് ഇരിങ്ങപ്പുറം തരകൻ ഔസേപ്പ് മകൻ ലാസർ നിര്യാതനായി 87 വയസ്സായിരുന്നു. പരേതയായ ലില്ലിയാണ് ഭാര്യ. സംസ്കാരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ഡോക്ടർ പ്രിൻസി മരുമകളാണ്. മാധ്യമപ്രവർത്തകൻ രവീന്ദ്രനാഥ് കൂനത്തിന്റെ ഭാര്യ പിതാവ് പെരുമ്പിലാവ് കോടതിപ്പടി തൈലേതിൽ രാഘവൻ നായർ നിര്യാതനായി 85 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ഷൊർണൂർ ഐവർ മഠത്തിൽ നടക്കും. ശോഭനയാണ് ഭാര്യ. രമ്യ, രശ്മി എന്നിവർ മക്കളാണ്. മങ്ങാട് ചെറുവത്തൂർ വീട്ടിൽ ഔസേപ്പ് നിര്യാതനായി 64 വയസ്സായിരുന്നു. സംസ്കാരം മങ്ങാട് സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടന്നു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. അപ്രതീക്ഷിത കനത്ത മഴയിൽ ദുരിതം പേറി നാട്. ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ പ്രവചനം. കാറ്റിലും മഴയിലും കുന്നംകുളത്ത് മരക്കൊമ്പൊടിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണ് ഡ്രൈവർക്ക് പരിക്ക്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു. സാംസ്കാരിക പെരുമ പേറുന്ന തൃശൂരിന്റെ കലാകൗമാരത്തിന്റെ വിസ്മയ പകർനാട്ടങ്ങൾക്കായി ചരിത്രമുറങ്ങുന്ന കുന്നംകുളത്തിന്റെ മണ്ണൊരുങ്ങി. മഴയുടെ ആശങ്ക കനക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങളോടെ 35ാമത് റവന്യൂ ജില്ലാ കലാമേള കെങ്കേമമാക്കാൻ സംഘാടക സമിതി ഒരുങ്ങി. ചൂണ്ടൽ പഞ്ചായത്തിലെ ഭരണസമിതി യോഗത്തിൽ മണലിയിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയ നടത്തുന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. മാഫിയ സംഘത്തിനായി ഭരണാധികാരികൾ വിടുപണി ചെയ്യുന്നതായും പ്രതിപക്ഷാക്ഷേപം. ഗുരുവായൂരിൽ കുറുവാ സംഘം മോഡൽ മോഷണശ്രമം. എടപ്പുള്ളി റോഡിൽ പൊന്നരാശ്ശേരി സജിത്തിന്റെ വീട്ടിലാണ് മോഷണശ്രമമുണ്ടായത്. ഞായറാഴ്ച പുലർച്ചെ 1:30 സംഭവം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കുനുമുച്ചി കൊള്ളന്നൂർ ജോഷി നിഷ ദമ്പതികളുടെ മകൾ നീനു ജോഷിയുടെ 20ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ. ഗുരുവായൂർ കൊളാടിപ്പടി എരുക്കുളം ബസാറിൽ മൂക്കത്തയിൽ വീട്ടിൽ അബ്ദുൾ റഹ്മാൻ ഭാര്യ രഹനയുടെ 1ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.